ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു കുടുംബത്തെക്കുറിച്ച് മറ്റൊരു കുടുംബത്തിലെ അംഗങ്ങൾ കമൻ്റ് ചെയ്ത ഒരു കാര്യമാണ്. അവർ കൈ തുറന്നു കൊടുത്തു. പറഞ്ഞാൽ വളരെ ഉദാരമതികളായിരുന്നു. പള്ളിക്ക് കൊടുക്കുന്നതിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിലുമൊക്കെ ഉദാരമായിട്ട് അവർ കൊടുത്തു, കൈ തുറന്നു കൊടുത്തു. എന്നിട്ട് എന്ത് കിട്ടി? കൊറോണ കിട്ടി. അതാ അവർ പറഞ്ഞത്. ഇത്രയും ഉദാരതയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് എന്ത് കിട്ടി? കൊറോണ. അങ്ങനെ കൊറോണ കുടുംബനാഥന് വന്നപ്പോഴും എല്ലാവരും വിചാരിച്ചു ഇത്രയും പ്രാർത്ഥനയും നന്മയും പള്ളിയിൽ ഇത്രയും ആക്റ്റീവായിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന അവരെ കർത്താവ് പരിപാലിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. പക്ഷെ അവസാനം ആൾ മരിച്ചു. അത് വലിയൊരു സംസാര വിഷയമായി മാറി. ചിലർ പറയാൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് ഭേദം. വലിയ പ്രാർത്ഥനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരും ഇതുപോലെ നന്മ ചെയ്യുന്നവരും ഇതുപോലത്തെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ചിലർക്കിത് വലിയൊരു ചോദ്യചിഹ്നമാണ് അവരുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വചനഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നന്മ ചെയ്യുന്നവർക്കും കഷ്ടത വരാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, സഭയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് മറന്ന് നമ്മളൊരു മറ്റൊരു ഉട്ടോപ്യൻ ലോകത്തിലേക്ക് നമ്മൾ പോകരുത്. ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 3-ാം അധ്യായം 12-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താ? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പീഡനം സഹിക്കേണ്ടി വന്നപ്പോൾ നമുക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ദുഷ്ടന്മാർക്കൊരു കുഴപ്പമില്ല, അവർ പന പോലെ തഴച്ചു വളരുന്നു, ഇങ്ങനെയെല്ലാം പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടെന്നു വരും. 1 പത്രോസ് 2-ാം അധ്യായം 20-ാമത്തെ വചനം പറയുന്നത് 1 പത്രോസ് 2:20 നന്മ ചെയ്തവർ പീഡ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. പാപം ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ പീഡ സഹിക്കുന്നത് പോലെയല്ല, നന്മ ചെയ്തിട്ടും പീഡ സഹിക്കേണ്ടി വരുന്നത് അത് ദൈവസന്നിധിയിൽ പ്രീതികരമായ ഒരു കാര്യമാണ്. 1 പത്രോസ് 3:17 നമ്മൾ കാണുന്നത് എന്താ? അവിടെ പറഞ്ഞിരിക്കുന്നത് നന്മ പ്രവർത്തിച്ചിട്ടും കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. പക്ഷേ അതിൻ്റെ സന്ദേശം എന്താ? നന്മ പ്രവർത്തിക്കുന്നവർക്കും കഷ്ടത, കഷ്ടപ്പാട്, ദുരിതങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരാം എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? പരിശുദ്ധ കന്യാമറിയം എന്തെങ്കിലും പാപം ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ? പാപം ചെയ്തോ? പരിശുദ്ധ കന്യാമറിയം നല്ലത് മാത്രം ചിന്തിച്ച് ഒരുപാട് ഭക്തിയും പ്രാർത്ഥനയും ജീവിതം പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് എന്തേ 7 വ്യാകുലവാള് അവളുടെ ചങ്കിൽ കയറിയത്? ഇന്ന് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമല്ലേ മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങൾ? മറിയം തെറ്റ് ചെയ്തിട്ടാണോ? പ്രാർത്ഥിക്കാതിരുന്നിട്ടാണോ? അല്ല, നമുക്കറിയാം അത് ദൈവത്തിന് അവളെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു. ഇനി ദൈവപുത്രനെക്കുറിച്ച് ചിന്തിച്ച് യേശു എല്ലാവരും അല്ലെങ്കിൽ ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ പരിശ്രമിച്ചു അവനിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ, പാപം കണ്ടുപിടിക്കാൻ അവർക്ക് ആർക്കും വിജയിക്കാൻ പറ്റിയില്ല. എന്നിട്ട് യേശുവിനേറ്റ പ്രഹരം അവനെ കണ്ടാൽ പോലും തിരിച്ചറിയില്ലായിരുന്നു. ആ ഒരു ഷേപ്പിലേക്ക് അവനെ കൊണ്ട് എത്തിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ എന്താ അവകാശം? ഞാൻ പ്രാർത്ഥിച്ചില്ലേ, നന്മ ചെയ്തില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് എന്താ അവകാശമാണുള്ളത്? യേശു പറഞ്ഞൊരു കാര്യം, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. ഗുരുവിനോട് അവർ ചെയ്തത് ശിഷ്യരോട് അവർ ചെയ്യും. അത് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് തിന്മ ചെയ്യുന്നവർക്കും വിജയവും നേട്ടവും ഉണ്ടാകാം. അത് കണ്ടിട്ടാണ് ഇന്ന് ചിലർക്ക് അവർക്ക് അസ്വസ്ഥത വർദ്ധിക്കുന്നത്. അവരിങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് അവർ തഴച്ചു വളരുന്നു, അവർക്ക് വിജയമുണ്ടാകുന്നു? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 9:11-12 എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പാപിയുടെ ഭാഗ്യത്തിൽ അസൂയ വേണ്ട. പാപി അവർ വേണമെങ്കിൽ അവർക്ക് വലിയ ഭാഗ്യങ്ങളൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ട് നീ അസൂയപ്പെടേണ്ട കാര്യമില്ലെന്ന്. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. അങ്ങനെയുള്ളവരുടെ വിജയം കണ്ടിട്ട് നീ ഭ്രമിക്കേണ്ട. എന്നിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ഉറപ്പാണ്. നമ്മളതുകൊണ്ട് പാപിയും വിജയം കാണുന്നു, അവർക്ക് നേട്ടമുണ്ടാകുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ ആകുലപ്പെടുകയോ അസൂയപ്പെടുകയോ കർത്താവിനെ ചോദ്യം ചെയ്യാൻ പോവുകയോ അരുത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 47:12 വായിച്ചാലോ, പാപകരമായ വഴികളിലൂടെ നമുക്ക് നേട്ടം ഉണ്ടാകാം, വിജയമുണ്ടാകാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചു പോന്ന
മാന്ത്രിക വിദ്യകൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, അതിലൂടെ നിനക്ക് കാര്യങ്ങൾ നടന്നു കിട്ടിയേക്കാം. നിന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഫലങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതൊക്കെ വൈക്കോൽ തുരുമ്പ് പോലെ അവസാനം കത്തിച്ചാരമാകും. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം, നേട്ടമേ അതിന് തരാൻ പറ്റൂ. അതിൻ്റെ അന്ത്യം നാശമായിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും അങ്ങനെയുള്ള താൽക്കാലികമായ നേട്ടങ്ങളിലേക്ക് ദൈവത്തെ മറന്ന് വിശ്വാസം വെടിഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്, കൊടുത്താൽ കുറയുമോ അതോ കൂടുമോ? കർത്താവിൻ്റെ വചനം എന്താണ് പഠിപ്പിക്കുക? ഈ ലൗകിക മനുഷ്യർ അവരുടെ ചിന്താഗതി കൊടുത്താൽ കുറഞ്ഞു പോകും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത്രയും കൂടി എനിക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ സ്വാർത്ഥമതികളായിട്ടുള്ളവർ ആർക്കൊന്നും കൊടുക്കില്ല. ഇതാണോ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്ന നല്ലതാണ്. സുഭാഷിതങ്ങൾ 11, 25, 24, 25 വായിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ഉദാരമായി കൊടുക്കുന്നു, അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കൊടുക്കേണ്ടത് പോലും കൊടുക്കാതിരുന്നിട്ട് ഒരുവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും തീരുന്നുമില്ല. കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട് കൊടുത്താൽ കുറയുമോ കൂടുമോ എന്നുള്ളത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 35-ന്റെ 6-ാമത്തെ വചനം, വെറും കൈയോടെ ഒരിക്കലും കർത്താവിനെ നീ സമീപിക്കരുത്. വെറും കൈയോടെ. 35-ന്റെ 10-ാമത്തെ വചനം എടുത്താൽ, ആദ്യഫലം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്, ആ കാര്യത്തിൽ ലുപ്ത് കാണിക്കരുത്, ദശാംശം കൊടുക്കുന്നതിലും നിങ്ങൾ വൈമനസ്യം കാണിക്കരുത് എന്നെല്ലാം ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ നൽകാൻ പഠിപ്പിച്ചതാരാണ്? ദൈവം തന്നെയാണ്. ആ ദൈവത്തിൽ നിന്ന് പഠിച്ചിട്ട് ദൈവം ചെയ്തതുപോലെയാണ് ദൈവമക്കൾ ചെയ്യേണ്ടത്. യോഹന്നാൻ 3:16 സ്വപുത്രനെ നൽകാൻ മനസ്സായ പിതാവിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. റോമ 8:32 സ്വപുത്രനെ നൽകിയ പിതാവ് ബാക്കിയെല്ലാം തരാതിരിക്കുമോ എന്നാണ് അവിടെ വചനം നമ്മോട് ചോദിക്കുക. റോമ 8:32. അതുപോലെ തന്നെ മറ്റു പല വചനഭാഗങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശുവാണ്, പിതാവായ ദൈവമാണ് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. റോമ 5:7-8 വായിച്ചാലും സ്വജീവൻ നൽകിക്കൊണ്ട് യേശു നമ്മളെ സ്നേഹിച്ചതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ദശാംശവുമായി ബന്ധപ്പെട്ട 1-2 വചനഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മലാക്കി 3:10, ലേവ്യർ 27:30 വചനം, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ദശാംശം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് കൊടുത്താൽ അതുമൂലം ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ദശാംശം കൊടുത്ത ചില ബൈബിൾ കഥാപാത്രങ്ങൾ, അബ്രാഹം, ഉൽപ്പത്തി 14:20 വായിച്ചാൽ സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്ന അബ്രാഹത്തെ കാണാൻ സാധിക്കും. ദൈവം അവനെ പുരോഹിതനിലൂടെ അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. ദാവീദിൻ്റെ ഉദാരത കാണണമെങ്കിൽ 1 ദിനവൃത്താന്തം 29-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. എൻ്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് കാണിച്ച ഉദാരത. അതുപോലെ തന്നെ 1 സാമുവേൽ 2:29 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ വിഹിതത്തിൽ കണ്ണ് നട്ട ഏലിയും മക്കളും. ഈ ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചവരുമുണ്ട്, ദശാംശത്തിൽ കൈയിട്ട് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ഏറ്റെടുക്കേണ്ടി വന്നവർ. ഏലിയും മക്കളും ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. യോഹന്നാൻ 12:6 മുതൽ വായിച്ചാൽ യൂദാസ് കറിയോത്ത, അവൻ ചെയ്തൊരു കാര്യം, ആ പണസഞ്ചിയിൽ കൈയിട്ട് അതിനകത്തുനിന്ന് അടിച്ചു മാറ്റുന്ന ആ ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു. അവൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിച്ചുള്ള ആ ഒരു ജീവിതം, ദൈവം ചോദിക്കുന്നത് ദൈവത്തിന് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് ഉയരാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.